ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുളിഹോര റെസിപ്പി ആയിട്ടാണ്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും കൂടി തയ്യാറാക്കി നോക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടാണ് ഇടത്, കാരണം നല്ല തണുപ്പാണ് ബാംഗ്ലൂർ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്പൂൺ വെച്ച് കോരിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നീട് അതിലേക്ക് കുറച്ചധികം തന്നെ നിലക്കടല ഇട്ട് കൊടുക്കണം. പച്ച നിലക്കടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം കൂടുതൽ നിലക്കടല ഇടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പുളിഹോരയ്ക്ക് എപ്പോഴും നിലക്കടല കൂടുതലായിട്ട് വേണം. പിന്നീട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ കടല കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്ത് ഒന്ന് പകുതി ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഇതൊക്കെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നീട് ഒന്ന് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളകും കുറച്ചധികം വറ്റൽമുളകും കൂടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് അല്പം കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പും കൂടുതൽ ഇട്ട് കൊടുത്തോ അതിനൊന്നും ഒരു ക്ഷാമമില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ കറിവേപ്പ് കിട്ടുന്ന സമയമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മളതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ അതൊന്ന് ചൂടാക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് സാധാരണ അരിയുടെ, നമ്മളെ കടകളിലൊക്കെ കിട്ടുന്ന അരിയുടെ ചോറാണ് കേട്ടോ. ബസ്മതി റൈസോ അല്ല, അതുപോലെ തന്നെ ജീരകശാല അരിയുടെ റൈസും അല്ല, സാധാരണ ചോറ് വെക്കുന്ന അരിയാണ്. അപ്പോൾ അതിൻ്റെ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പം ചെറുനാരങ്ങ നീരില്ല എങ്കിൽ ഇനി വാളംപുളിയുടെ നീര് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നീട് 1/2 ടീസ്പൂൺ കായമാണ് ഇട്ട് കൊടുത്തുള്ളത്. പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. വളരെയധികം ടേസ്റ്റി ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിന് വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട, വെറുതെ ഇങ്ങനെ തിന്നാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ലാസ്റ്റ് സ്റ്റേജിൽ അല്പം മല്ലിയില കൂടി ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മളെ പുളിഹോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നല്ല ചൂടോടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.